സമയത്ത് അല്ലെങ്കിൽ ബ്ലീഡിങ് കാണത്തില്ല, അല്ലെങ്കിൽ പീരിയഡ്സ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല, അല്ലെങ്കിൽ മുഖക്കുരു വല്ലാത്ത രീതിയിലുള്ള മുഖക്കുരു ഉണ്ടാകും, ചിലപ്പോൾ മൂഡ് സ്വിങ്സ്, അരിശം, ഇറിറ്റേഷൻ, ടെൻഷൻ ഒക്കെ ആയിട്ട് തുടങ്ങും, ഇല്ലെങ്കിൽ ബോഡി വെയിറ്റ് വല്ലാതെ അങ്ങ് കൂടും, അല്ലെങ്കിൽ ബോഡി വെയിറ്റ് വല്ലാതെ അങ്ങ് കുറയും. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ PCOSന്റെ സിംറ്റം ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾക്ക് PCOS വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ സാധാരണ പറയണേ, എനിക്ക് PCOD ഇല്ല ഡോക്ടറെ, പക്ഷെ എനിക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് റിയൽ കോസ്. റിയൽ കോസിനകത്ത് നമ്മൾ ചിലപ്പോൾ ചിലതരം മരുന്നുകൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫേഷ്യൽ ഹെയർ ഉണ്ടാകാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഫുഡ് ഹാബിറ്റ്സിൽ പ്രത്യേകിച്ചും ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതൽ, അതായത് റിയൽ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അത് ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോർമോണാണ്. അത് കറക്റ്റ് അളവിലാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്.